ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കൂടുതൽ സമയത്തിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ആവശ്യത്തിന് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്കിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉരുളക്കിഴങ്ങ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ച് നല്ലപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ സ്നാക്കിലേക്ക് 2 കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. കോഴിമുട്ടയുടെ അളവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്കിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല റെഡിയാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, വേപ്പില ഇവയൊക്കെ ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഒരു മുളക് വളരെ ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം ഗരം മസാല യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ സ്നാക്കിൽ മൊത്തത്തിൽ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സ്നാക്കിൽ ഉള്ളിയൊന്നും വഴറ്റാതെയാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നല്ല പോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കടിക്കുമ്പോൾ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉരുളക്കിഴങ്ങും നമ്മുടെ ഉള്ളിയുടെ മിക്സൊക്കെ തമ്മിൽ നല്ല പോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുഴുങ്ങിയിട്ടുള്ള മുട്ട ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇങ്ങനെ റൗണ്ടിൽ ഒരു മുട്ട കൊണ്ട് 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സ്നാക്ക് നമ്മൾ റെഡിയാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിൻ്റെ ചെറിയൊരു ബോൾസ് റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് അത് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട്ലേറ്റിട്ടൊക്കെ അതേ വലുപ്പത്തിൽ നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നല്ല പോലെ കട്ടിയിലൊന്നും ഇതിങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്തെടുക്കരുത്. ഇപ്പോൾ ബാക്കിയുള്ള ഉരുളകൾ കൂടി നമുക്ക് അങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മിക്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കൂടി വെച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കണം. കൈ വെച്ച് നല്ല പോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് റൗണ്ടിലാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നമ്മൾ പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് റൗണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ ഇവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കണം. ഞാനിവിടെ മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് കോട്ടിങ്ങിന് ആവശ്യത്തിന് കുറച്ച് മൈദയുടെ മിക്സ് റെഡിയാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലേറ്റിലൊക്കെ ചെയ്തെടുക്കുന്ന പോലെ മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുത്താലും മതി. ഞാനിവിടെ 2-3 ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളൊരു സ്പൂൺ വെച്ചൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്പൂണിൽ ചെറിയൊരു കോട്ടിംഗ് ആയിട്ട് നിൽക്കണം, അതുപോലെ നിൽക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്ക് ഈ സ്നാക്ക് ആദ്യം മൈദയുടെ മിക്സിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ട് ഇതിങ്ങനെ കോട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ റെഡിയാക്കിയാണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഈ സ്നാക്ക് നമുക്ക് അത്യാവശ്യം ഒന്നൊക്കെ കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് നിറയും. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് നല്ലപോലെ ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ലപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ടെടുത്ത് മറ്റേ സൈഡും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എണ്ണ കുടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.